വാരപ്പെട്ടി പഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിൽ വാട്ടർ അതോറിറ്റിയുടെ കുടിവെള്ള വിതരണം കാര്യക്ഷമമല്ലെന്ന് പരാതി. 2 മാസത്തോളമായി കുടിവെള്ളം കിട്ടാത്ത സ്ഥലങ്ങളുമുണ്ട്. പരാതി കേൾക്കാൻ ഓഫീസിൽ ഉദ്യോഗസ്ഥരില്ലെന്നതാണ് മറ്റൊരു പ്രശ്നം. വാട്ടർ അതോറിറ്റിയുടെ കോഴിപ്പള്ളി പ്ലാന്റിൽ നിന്നുമാണ് വാരപ്പെട്ടി പഞ്ചായത്തിൽ കുടിവെള്ളം വിതരണം ചെയ്യുന്നത്. പല പ്രദേശങ്ങളിലും കുടിവെള്ളം കൃത്യമായി ലഭിക്കുന്നില്ലെന്ന പരാതി ശക്തമാണ്. പെൻസിൽകുന്ന്, പടിഞ്ഞാറേമുറി, ഇഞ്ചൂർ, പാറച്ചാലിപ്പടി തുടങ്ങി 15-ാം വാർഡിൽ ഉൾപ്പെട്ട പ്രദേശങ്ങളിൽ 1.5 മാസമായി വെള്ളം ലഭിച്ചിട്ടില്ല. ഇതുമൂലം നാട്ടുകാർ കടുത്ത ദുരിതമാണ് അനുഭവിക്കുന്നത്. വാട്ടർ അതോറിറ്റിയുടെ അനാസ്ഥയാണ് ഇതിന് കാരണമെന്നാണ് ആരോപണം. വാരപ്പെട്ടി പഞ്ചായത്തിൽ പല മേഖലകളിലും വേനലായോടുകൂടി ഭയങ്കരമായ വെള്ളക്ഷാമം നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. 15-ാം വാർഡിൽ വാരപ്പെട്ടി 15-ാം വാർഡിൽ ഏതാണ്ട് 30-35 വീടുകൾക്ക് 1.5 മാസക്കാലമായി വെള്ളം എത്തുന്നില്ല. പല പ്രാവശ്യം നമ്മൾ ഓഫീസുമായി വാട്ടർ അതോറിറ്റിയായിട്ട് ബന്ധപ്പെട്ടു, ആയിട്ട് ബന്ധപ്പെട്ടു. ഇതുവരെയും ഒരു പരിഹാരം ഉണ്ടായിട്ടില്ല. 15-ാം വാർഡിലുള്ളവർ മെമ്പർ PV മോഹനന്റെ നേതൃത്വത്തിൽ വാട്ടർ അതോറിറ്റി ഓഫീസിൽ വെള്ളിയാഴ്ച എത്തിയപ്പോൾ പരാതി കേൾക്കാൻ ഉദ്യോഗസ്ഥർ ഉണ്ടായിരുന്നില്ല. കോതമംഗലത്തെ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ കസേര കാലിയാണ്. ഇപ്പോൾ മൂവാറ്റുപുഴയിലെ ഉദ്യോഗസ്ഥർക്കാണ് ചുമതല. മറ്റുദ്യോഗസ്ഥർക്കും പ്രശ്നപരിഹാരത്തിന് ഇടപെടാൻ കഴിയുന്നില്ല. അലംഭാവം തുടർന്നാൽ ശക്തമായ സമരം സംഘടിപ്പിക്കുമെന്ന് PV മോഹനൻ പറഞ്ഞു. ഇന്ന് ഞങ്ങൾ കുറച്ച് ആളുകളോട് കൂടി ഓഫീസിൽ ചെല്ലുകയും ഓഫീസിൽ നിലവിൽ ഇല്ലായിരുന്നു. പുള്ളിക്ക് ഒരു കോടതി പോകേണ്ടതായി ബന്ധപ്പെട്ട് അതൊക്കെ അവരുടേതായ കാര്യങ്ങളാണ്. എന്നിരുന്നാലും നമ്മളുടെ ജനങ്ങളുടെ വെള്ളക്ഷാമം പരിഹരിക്കുന്നതിനൊരു നടപടി സ്വീകരിക്കണം. അതിനുള്ള മുന്നോട്ടുള്ള എന്താണ് ചെയ്യേണ്ടത് എന്ന് ഉദ്യോഗതലത്തിൽ ആലോചിക്കണം. അല്ലെങ്കിൽ ഒരു പ്രക്ഷോഭത്തിലേക്ക് ജനങ്ങൾ, വെള്ളമാണല്ലോ ഏറ്റവും വലിയ കാര്യം, ഒരു പ്രക്ഷോഭത്തിലേക്ക് ജനങ്ങൾ നീങ്ങുന്ന ഒരവസ്ഥയാണ്. അതിനുള്ള മുൻപന്തിയിൽ നിന്നുകൊണ്ടുള്ള പ്രവർത്തനങ്ങളിൽ ഞങ്ങളെല്ലാവരെയും ഒറ്റക്കെട്ടായി നിർത്തിക്കൊണ്ട് വലിയൊരു സമരപരിപാടികളിലേക്ക് നീങ്ങുവാനുള്ള പരിപാടിയാണ്. എല്ലാ വാട്ടർ അതോറിറ്റിയിലെ ഉദ്യോഗസ്ഥന്മാരെല്ലാവരും ഈ ക്ഷാമത്തിനൊരു പരിഹാരമുണ്ടാക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. GTV ന്യൂസ്, കോതമംഗലം.